കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്താൻ നീക്കം. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ ഭരണസമിതിയെ അധികാരമേൽപ്പിച്ച് കരുവന്നൂർ ചർച്ചാ വിഷയമാക്കാതിരിക്കാനാണ് CPM-ന്റെ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ കരുവന്നൂർ വിഷയം ചർച്ച ചെയ്യുന്നതിൽ നിന്നും മായ്ച്ചുകളയുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM-ന്റെ പുതിയ നീക്കം. കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ കണ്ടെത്തുവാൻ വേണ്ടി CPM നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. നിലവിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി ശേഷിക്കുന്നത് 2.5 മാസക്കാലം മാത്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് നീക്കം. ഇത് സംബന്ധിച്ച് CPM-ൽ ധാരണയായിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് പ്രതിസന്ധിയെ അതിജീവിച്ചു തുടങ്ങിയെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വീണ്ടും വിഷയം ചർച്ചയിലേക്ക് ഉയർന്നു വന്നാൽ അത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്നും നേതാക്കൾ വിലയിരുത്തുന്നു. സ്ഥിരം ഭരണസമിതി നിലവിൽ വരുന്നതിലൂടെ കൂടുതൽ നിക്ഷേപങ്ങൾ സ്വരൂപിക്കാനും സഹകരണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നും CPM കണക്കുകൂട്ടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥിരം ഭരണസമിതിയെ സ്ഥാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് തീരുമാനം. സ്ഥിരം ഭരണസമിതി അധികാരമേറ്റാൽ കരുവന്നൂർ രാഷ്ട്രീയ പ്രചാരണമാക്കുന്നത് തടയാനാകുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. ജനം, തൃശൂർ.